കാർ ഹണ്ട് സീരീസിൻ്റെ സീസൺ 2 നമ്മളിപ്പോൾ ഉള്ളത് തായ്ലാൻഡിലാണ്. തായ്ലാൻഡിലെ നോങ് നൂച്ച് എന്ന് പറയുന്ന ഗാർഡനിൽ വ്യത്യസ്തമായിട്ടുള്ള ചില കാർ കളക്ഷനുകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക്, അതായത് തായ്ലാൻഡിൽ കളക്ട് ചെയ്യപ്പെട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില വാഹനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്പോൺസറിനെ കുറിച്ച് സംസാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഹനങ്ങൾ നമ്മളുടെ കേരളത്തിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് പറയുന്ന പ്രീമിയം ഓൺഡ് കാർ ഡീലർഷിപ്പാണ് നമ്മളുടെ കാർ ഹണ്ട് സീസൺ 2 തായ്ലാൻഡിന് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഫ്ലൈവീൽസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലാൻഡിനോട് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം കാർ ഓണർഷിപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാനുകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രീമിയം മോഡൽ ലക്ഷറി കാറുകളുണ്ട്. ഇപ്പോൾ മെഴ്സഡീസിൻ്റെ ആണെങ്കിലും BMW ആണെങ്കിലും വോൾവോയുടെ ആണെങ്കിലും ഏതെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് പ്രീമിയം കാർ നിങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലൈവീൽസ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടാം. അവർ ഈ കാര്യത്തിൽ നല്ല പ്രൈസുകളാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനങ്ങളുമാണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവിടുന്ന് വാഹനം എടുത്ത് നമ്മൾ പല ആളുകളോട് സംസാരിച്ച് നമ്മൾ തന്നെ പലപ്പോഴും അവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനങ്ങളുമാണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാനൊക്കെ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം ID തുടങ്ങി വെബ്സൈറ്റും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെന്നുള്ള കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവരാണ് നമ്മളുടെ ഈ കാർ ഹണ്ട് സീസൺ 2 തായ്ലാൻഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോങ് നൂച്ച് ഗാർഡനിലെ വ്യത്യസ്തമായിട്ടുള്ള ഈ കാർ കളക്ഷനുകളെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും നോങ് നൂച്ച് ഗാർഡനിലെ കാർ കളക്ഷനുകളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കൊരു സുസുക്കി സാമുറായിനെ കാണാം. വലിയ ടയറുകളൊക്കെ കയറ്റി കുറച്ചുകൂടി ഹയർ പ്രൊഫൈൽ ചെയ്തിട്ടുള്ള ഒരു ഓഫ് റോഡ് മെഷീൻ്റെ രൂപത്തിലാണ് സുസുക്കിയുടെ സാമുറായിനെ അവിടെ കൊടുത്തില്ല. ഇതും സുസുക്കിയുടെ സാമുറായി തന്നെയാണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. രണ്ടും രണ്ട് ടെറൈൻ മോഡ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സുസുക്കിയുടെ ഒരു ലോഗോ അവിടെ കാണാം. അവിടെ പഴയകാല സുസുക്കിയുടെ ഈ ഒരു ലോഗോ സ്റ്റൈൽ നമ്മളെ ജിംനിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോങ് നൂച്ച് വില്ലേജിനെ കുറിച്ച് പറയാം. നോങ് നൂച്ച് വില്ലേജ് എന്ന് പറഞ്ഞാൽ തപ്പോങ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ പ്രൈവറ്റ് കളക്ഷനുകളെ വെച്ച് അതുപോലെ ഗാർഡനുകളെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഗാർഡനാണിത്. നല്ല രസമുള്ള കാഴ്ചകളാട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ. ഇപ്പുറത്ത് കുറച്ച് വണ്ടികൾ, അതുപോലെ തന്നെ ഇപ്പുറത്തെ ഗാർഡൻ, അങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാർ കളക്ഷൻ ഇത് മാത്രമല്ല കേട്ടോ, കുറച്ചുകൂടി ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു യൂനിമോഗ് കാണാം. ഒരു 1300 ലിറ്റർ യൂനിമോഗ് മെഴ്സഡീസ് ബെൻസിൻ്റെ ഒരു വലിയ ട്രക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈലക്സിനെ കാണാം. ഹൈലക്സും സാധാരണ നമ്മൾ കാണുന്ന ഹൈലക്സ് പോലെയല്ല, അതൊരു എന്താ പറയുക, ക്യാമ്പർ വാൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈലക്സ് ആയിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ഓഫ് റോഡ് മെഷീനുകളിലൊക്കെ കെട്ടി വലിക്കാൻ പറ്റുന്ന തരത്തിൽ കുറച്ച് ഹയർ പ്രൊഫൈൽ കയറ്റിയിട്ടുള്ള ഒരു സാധനം. ഇതും യൂനിബോഗ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നൈസ്. ഇത് ഇവിടെ ക്ലീനിങ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ ഇതാണ്. പിന്നെ അപ്പുറത്ത് ഒരു കിഡിലൻ സാധനമുണ്ട്. ഇതാണ് ഒട്ടറ ഷാമൻ എന്ന് പറയുന്ന, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു മോഡൽ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്തില്ല. ഇനി ഇതിനകത്ത് 2 കാർ ഗാർഡനുകളുണ്ട്. കാർ ഗാർഡൻ 1ഉം അതുപോലെ തന്നെ കാർ ഗാർഡൻ 2ഉം. അതിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാർ കളക്ഷനുള്ള ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടി ഒരു ഓഫ് റോഡ് മെഷീനുകളെ ക്രമീകരിച്ചുള്ളത്. ഇത് നമ്മുടെ നാട്ടിലത്തെ ടാറ്റ നാനോ പോലെ ഇല്ലേ? ഇത് ശരിക്കും ഒരു എന്താ പറയുക, നമ്മൾ ഈ റാലി കാർ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു കാറാണ്. ശരിക്കും ഷെല്ല് മാത്രം, വേറെ ഒന്നുമില്ല. നമ്മൾ റോൾ ഗേജ് ഒക്കെ ഘടിപ്പിച്ച പോലെ. അതിൻ്റെ ഒരു പ്രവർത്തന രീതി അവിടെ ഒരു വീഡിയോയിൽ കാണാം. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് ഫോർഡിൻ്റെ വണ്ടി സെയിം. ഈ വണ്ടിൻ്റെ ഒരു ചെറിയ വണ്ടീനെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഗോൾഡൻ കാർ. ഇത് ലോട്ടസിൻ്റെ വണ്ടിയാണ്. ഇത് ലോട്ടസ് തന്നെയാണ്. യെസ്, BRP. ഇത് നമ്മളെ ഡെസേർട്ടിലൊക്കെ ഓടിക്കുന്ന ആ വണ്ടി പോലത്തെ അല്ലേ ഫിറോസ്ക? നമ്മളെ ഡെസേർട്ടിലൊക്കെ ഓടിക്കുന്ന പോലത്തെ വണ്ടിയിൽ ഇത് ബെൽറ്റ്. നമ്മൾ ഇത് സ്പീഡ് കുറച്ച്, പക്ഷേ അത് ഗ്രിപ്പ് കൂടുതലായിരിക്കും ഇങ്ങനെ ഉപയോഗിക്കുന്നതിന്. ഉണ്ട്. നമ്മൾ JCBയിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരു ബെൽറ്റ് യൂസ് ചെയ്യുന്നത്, അതേപോലെ. ഇതൊക്കെ കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് കാറുകളാണ്. യെസ്, ഇത് അടിപൊളി. മിനി കൂപ്പറിൻ്റെ 2 ആൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന കാറ്. ഇതിന് വലിപ്പം നോക്കിയാ മിനി കൂപ്പർ തന്നെയാണ്. പഴയകാല മിനി, വളരെ കുഞ്ഞ കാറ്. ഇവിടെ ഹമ്മറിൻ്റെ പിക്കപ്പ്. ശരിക്കും ഇത് H1 ആണ്. തൊട്ടപ്പുറത്ത് ശരിക്കും റിയൽ H1 അവിടെ കാണാം. പാസഞ്ചർ H1. എനിക്ക് ചെറിയ മാറ്റങ്ങൾ ഇവർ വരുത്തിയിട്ടുണ്ട് അതിന് ആവശ്യം തോന്നുന്നു. ഹൈലക്സിന് വലിയ പ്രൊഫൈൽ ടയർ കയറ്റിയിരിക്കുകയാണ്.
വീണ്ടും ഇവിടെ ഒരു ഹബ്ബർ. യെസ്, ഇവിടെ യൂണിമോഗുകൾ കാണാം. ആഹാ, ഇത് കൊള്ളാലോ. ഹാൻഡിക്യാപ്ഡാ. തായ്ലാൻഡ് നമ്പർ പ്ലേറ്റ്. പക്ഷേ ഈ നമ്പർ പ്ലേറ്റുകൾ ശ്രദ്ധിച്ചു, ഇവിടെ ഇതിനകത്ത് ഇംഗ്ലീഷിൽ തായ്ലാൻഡ് എഴുതിയിരിക്കണം. പക്ഷേ പുതിയ നമ്പർ പ്ലേറ്റിൽ ഒന്നും ഇംഗ്ലീഷില്ല, ഫുള്ള് തായ് ഭാഷയിലാണ്. ഇത് പഴയ നമ്പർ പ്ലേറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. വാവ്, ഇൻ്റർനാഷണൽ FJ ക്രൂയിസർ, ഹൈ പ്രൊഫൈൽ ചെയ്തത്. ഇതൊക്കെ നമ്മൾ ദുബായിൽ സ്ഥിരമായിട്ട് കാണുന്ന മോഡൽ. ഫോർഡ് റാപ്റ്റർ, റാം, GTR, മസ്താങ്. അവൾ ഒരുവിധം ഇന്ത്യക്കാരുടെ ഒക്കെ ഫേമസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മോഡലുകളിലൊന്നാണ്. അതുപോലെ ഷെവർലെൻ്റെ, ഇതൊക്കെ നമ്മൾ കാർട്ടൂണിൽ കാണേണ്ട കാറുകളല്ലേ, അതേപോലെ ക്രമീകരിച്ചത്. ലോട്ടസിൻ്റെ പെർഫോമൻസ് കാർ കാണാം. KTMൻ്റെ കാറ്. ഓ, നമ്മുടെ നാട്ടിൽ KTMൻ്റെ ബൈക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് KTMൻ്റെ കാറ്. നൈസാണല്ലോ സംഭവം. ഇതൊക്കെ ഓഫ് റോഡ് മെഷീൻ. ഇത് റാലി കാർ. ഇതും റാലി കാർ പോലെ തന്നെയാണ്. ഇനിയുള്ളതാണ് ഒരു അടിപൊളി സാധനം. ഫിറോസ്ക, അതാണ് സംഭവം. അയ്യോ, ഇതിൻ്റെ പേര് ശരിക്കും ഷേർപ്പ് എന്നാണ്. ഷേർപ്പ്. അതാ, അതുപോലെ ഏത് മലന്റെ മുകളിലും കല്ല് പാറ കഷ്ണത്തിന് മുകളിലും ഒന്നൊരു പ്രശ്നമല്ല. ഇതിൻ്റെ ടയറുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വയം ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വാഹനത്തിനകത്ത് തന്നെ കാറ്റ് കുറക്കാം. കാറ്റ് കുറച്ചിട്ട് ഇപ്പം പാറമ്മ കൂടിയൊക്കെ കയറി പോയിട്ട് വേണമെങ്കിൽ നമ്മൾ കാറ്റ് ഇതാക്കാം. അതാണ് സാധനം. ഈ കാണുന്നത് എവിടേക്ക് മേടിക്കൊണ്ടുപോകാം. ഷേർപ്പ് എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇന്ത്യയിലൊക്കെ ഈ വണ്ടീൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. യെസ്, ബാക്കിൽ നമുക്കൊരു കാരിയറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സാധനങ്ങളൊക്കെ കയറ്റി നമുക്ക് പോവാം. ഇതിനകത്തേക്ക് നോക്കാൻ ഇത്ര മാത്രമേ നമുക്ക് കാണാറുള്ളൂ. 2 സീറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ, ഇവിടെ സീറ്റില്ല. യെസ്, 2 സീറ്ററായിട്ടാണ് ക്രമീകരിച്ചത്. ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് നോക്കാം. ഇവിടെ വിൻഡോ ഓപ്പണാണ്. സ്റ്റിയറിംഗ് വീൽ നോക്കിയാൽ ഇങ്ങനെയാണ്. ഓ, കൊള്ളാം. ഷേർപ്പ് ഷേർപ്പ്, നല്ല അടിപൊളി കളക്ഷൻ അല്ലേ. ശരിയാണല്ലോ, കാറ്റ് കുറവാണ്. ബലൂൺ ടയറുകളാണ്, ബലൂൺ പോലെ. ശരിക്കും 4 വീല് വണ്ടിയാണ്. ഇപ്പോൾ 6 കാണുന്നത് വെച്ചാൽ ഈ എക്സ്ട്രയും കൂടി ചേർത്തിട്ടാണ്. നോങ്നൂച്ച് ഗാർഡനിലെ ഫസ്റ്റ് കാർ ഗാർഡനാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് കാർ ഗാർഡനാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള മറ്റ് കുറച്ച് കളറുകളാണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് കയറി നോക്കാം അല്ലേ. ഓ, ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഫോർഡ്, അൾട്ടിമ, ഹോണ്ട, പോഷ്. നമ്മൾ നേരത്തെ കണ്ട KTMൻ്റെ വേറൊരു സ്റ്റൈല്, ലോട്ടസ്. പുറത്തുണ്ട് അതൊക്കെ നമ്മളെ ഓഫ് റോഡ് ആ ഒരു ബഗ്ഗി സ്റ്റൈല്. യെസ്, ഇത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടായിരുന്നു ഈ വണ്ടി. ഇത് കൊള്ളാം. 3 വീലറാണ്, ഫ്രണ്ടിൽ 2 വീലും. എൻജിൻ നോക്കിയാൽ S&S മോർഗൻ എന്ന് പറയുന്ന മോഡലാണ്. ബാക്കിലൊരു വീല്, എക്സോസ്റ്റൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ട്രൈസൈക്കിൾ പോലെ. വാവ്, മോർഗൻ. നമ്മളെ മിനി കൂപ്പർ, ക്ലബ്മാൻ പോലെ അല്ലേ. ലോട്ടസിൻ്റെ പെർഫോമൻസ് കാർ ഇവിടെ കാണാം. മിനി കൂപ്പറിൻ്റെ ഇത് എന്താ പറയുക, ബാക്കിൽ കെട്ടി വലിക്കുന്ന സാധനം നോക്കിയാൽ സെയിം. ഇങ്ങനൊരു സാധനം വാങ്ങാൻ കിട്ടുമോ എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. മിനി കൂപ്പറിൻ്റെ ബാക്കിൽ കെട്ടി വലിക്കുന്ന ആ ഒരു സംഭവം. പഴയ ഓസ്റ്റിൻ മിനി, നമ്മളിതിൻ്റെ ഒരു വീഡിയോ ദുബായിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ മിസ്റ്റർ ബീൻ്റെ മിനി കൂപ്പർ. ആഹാ, ഇത് നമ്മൾ സാധാരണ ബഗ്ഗി, നാട്ടിലൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. അത് വളരെ
ഇതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒന്നാം മിനി കൂപ്പറിൻ്റെ മോഡലും പിന്നെ അതുപോലെ തന്നെ ഇതുമാണ്. നമ്മൾ പലപ്പോഴും ദുബായിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതാണ് ലിങ്കൺ, അവരുടെ കാഡിലാക്ക് എന്ന് പറഞ്ഞാൽ വായിച്ചു പറയാനാണ്. കാഡിലാക്കിൻ്റെ പഴയ മോഡൽ വാഹനം. ശരിക്കും ആ ഒരു നീണ്ട ഹുഡും അതുപോലെ നീണ്ട ബാക്ക് ഭാഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു തനതായിട്ടുള്ള വിൻറ്റേജ് വാഹനം. ഇത് രണ്ടുമാണ് ഗാർഡൻ 2-ൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടൊരു കാര്യം. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു സാധനം ഇതായിരുന്നു, പഴയ കാലത്തെ പെട്രോൾ പമ്പുകൾ. ഗേജൊക്കെ നോക്കിയാൽ ഫില്ല് ചെയ്യുന്ന സാധനം ഇതൊക്കെ ഇത് കൊള്ളാമല്ലേ. പല ടൈപ്പ് ഓഫ് ഗ്യാസ്, പോളി ഗ്യാസ്. ദിസ് സെയിൽ ഗാലൻ്റെ വില എത്രയാണെന്ന് കാണിക്കുന്നത്, ഇപ്പം എത്ര സെയിലായി എന്നുള്ളത് കാണിക്കുന്നത്. പല ടൈപ്പ് കൊള്ളാം. അപ്പോൾ തായ്ലാൻഡിലെ നോങ്നൂച്ച് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിനകത്ത് കാർ ഗാർഡൻ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 2 ഗാർഡനുകളും അതിനകത്തുള്ള കാറുകളുമാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഓടിച്ച് നടന്ന് കണ്ടത്. വിശദമായിട്ടുള്ള റിവ്യൂയിലേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ ആ മോഡലുകൾ കാണുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് ചിത്രീകരിച്ചുള്ള ചില വീഡിയോകളാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്ലൈ വീൽസ് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ട് സീസൺ 2 ചെറിയൊരു ബ്രേക്ക്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ മറ്റൊരു ബ്രേക്ക്.